നമസ്കാരം. 2023-24 സാമ്പത്തിക വർഷത്തിൽ വ്യക്തികളിൽ നിന്നും, ട്രസ്റ്റുകളിൽ നിന്നും, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും 20,000 രൂപയും അതിൽ കൂടുതലും ലഭിച്ച വകയിൽ സംഭാവനയായി ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയത് കോൺഗ്രസിനേക്കാൾ 6 ഇരട്ടി കൂടുതലാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സംഭാവന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തി. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29C ഉപവകുപ്പ് 3 പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിച്ച നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2023-24 BJPക്ക് 2,244 കോടിയും കോൺഗ്രസിന് 289.9 കോടിയും ലഭിച്ചു. മുൻ വർഷങ്ങളിലെ കണക്കുകൾ പ്രകാരം BJPക്ക് 742 കോടിയും കോൺഗ്രസിന് 79.9 കോടിയുമാണ് ലഭിച്ചത്. BJPക്കുള്ള മൊത്തം സംഭാവനയുടെ 1/3 സംഭാവനയും കോൺഗ്രസിന് ഈ വർഷം ലഭിച്ചതിന്റെ പകുതിയിലേറെയും ഒരു സ്ഥാപനത്തിന്റെ സംഭാവനയാണ്. 2023-24 കാലയളവിൽ പ്രൂഡന്റ് ഇലക്ടറൽ ട്രസ്റ്റ് BJPക്ക് 736.6 കോടി രൂപയും കോൺഗ്രസിന് 156.4 കോടി രൂപയും സംഭാവന നൽകിയതായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ റിപ്പോർട്ടിൽ പറയുന്നു. 2022-23 പ്രൂഡന്റിന്റെ മുൻനിര ദാതാക്കളിൽ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ആർസെലർ മിത്തൽ ഗ്രൂപ്പ്, ഭാരതി എയർടെൽ എന്നിവ ഉൾപ്പെടുന്നു. ഈ കാലയളവിൽ പാർട്ടിക്ക് 127.5 കോടി രൂപ സംഭാവന നൽകിയ ട്രയംഫ് ഇലക്ട്രൽ ട്രസ്റ്റ് BJPക്ക് സംഭാവന നൽകുന്നവരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. ACME സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് 51 കോടി രൂപ, ദിനേശ് ചന്ദ്ര R അഗർവാൾ ഇൻഫ്രാകോൺ പ്രൈവറ്റ് ലിമിറ്റഡ്, ഡെറിക് ഇൻവെസ്റ്റ്മെന്റ്, രുങ്ത സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നിവ 50 കോടി രൂപ വീതം BJPക്ക് സംഭാവന നൽകിയവരിൽ ഉൾപ്പെടുന്നു. വ്യക്തികളിൽ പങ്കജ് കുമാർ സിംഗ് 15 കോടി, രമേശ് കുഞ്ഞിക്കണ്ണൻ 12 കോടി, സുനിൽ വച്ചാനി 10 കോടി എന്നിവരാണ് BJPക്ക് സംഭാവന നൽകിയവരിൽ ആദ്യ 3 പേർ. ചില പാർട്ടികൾ സ്വമേധയാ വെളിപ്പെടുത്തിയ ഇലക്ട്രൽ ബോണ്ട് രസീതുകൾ പ്രകാരം 2023-24 സാമ്പത്തിക വർഷത്തിൽ ഭാരത് രാഷ്ട്ര സമിതിക്ക് 495.5 കോടി രൂപയും YSR കോൺഗ്രസിന് 121.5 കോടി രൂപയും DMKക്ക് 60 കോടി രൂപയും JMMന് 11.5 കോടി രൂപയും ലഭിച്ചതായി റിപ്പോർട്ട് പറയുന്നു. ദേശീയ പാർട്ടികളിൽ ആം ആദ്മി പാർട്ടി 2023-24 കാലയളവിൽ 11.1 കോടി രൂപ സംഭാവനയായി സ്വീകരിച്ചെങ്കിലും ഇത് മുൻവർഷത്തെ 37.1 കോടി രൂപയിൽ നിന്ന് കുറവാണ്. അതേസമയം 2022-23 6.1 കോടി രൂപയിൽ നിന്ന് 7.6 കോടി രൂപയായി CPIMനുള്ള സംഭാവനകൾ ഉയർന്നു. 2023-24 വർഷത്തേക്ക് TDP 100 കോടി രൂപ സംഭാവനയായി വെളിപ്പെടുത്തി. സമാജ്വാദി പാർട്ടി 46.7 ലക്ഷം രൂപ റിപ്പോർട്ട് ചെയ്തു. കണക്കിൽ കാണിച്ച പണം ഇതാണെങ്കിൽ കണക്കിൽ പെടാത്ത തുക എത്രയാവുമെന്നാണ് ഇപ്പോൾ പൊതുജനം ചിന്തിക്കുന്നത്.